ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയോട്ട് പോവാ. അവിടെ നോക്കിയിട്ട് അർജുൻ പറഞ്ഞു ഏതാതെ നോക്കി യോഗ ഷോക്കായി. രണ്ട് റോസൊക്കെ അർജുൻ ഷോക്കായി. ഇവളെന്താ വായിൽ പോകുന്ന അറിയുന്നില്ലല്ലോ. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ജിന്നക്ക് പ്രിയാനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നല്ല ക്യാരിങ് ഉള്ള ജിന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു കുട്ടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജിന്നൊരു ഫ്രണ്ട്സ് വന്നു. അങ്ങനെ വീട്ടിൽ ജിന്ന് പോയിട്ട് ആൻറ്റോട് പറഞ്ഞു ഇഷ്ടമെന്നു. അവർക്ക് ഓക്കെയാണ്. അങ്ങനെ രണ്ടുപേരൊക്കെ എൻഗേജ്മെൻറ്റ് ചെയ്തു. പ്രിയക്ക് ഷോക്ക്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് മാരേജാ? അയ്യോ ഓൾഡ് ഫൈനാൻസും ജിന്നും കൂടിയാണോ? പ്രിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. രണ്ടുപേർക്ക് മാരേജും നടന്നു. മാരേജ് പ്രിയ എന്ത് പറ്റമ്മ റെഡി. അങ്ങനെ പ്രിയാനെ റെഡിയാക്കിയായിരുന്നു. അർജുൻ വന്നു. എന്താമ്മ കറക്റ്റ് ചെയ്തല്ലോ. പോടാതിരിക്കാം ഉണ്ടാതിരിടാ. നീ മിണ്ടാതിരിക്കാനില്ല. ഒരു വീഡിയോ കേട്ടോ, അത് കണ്ട് ഷോക്കായി പോയി. എന്താടാ? അതെ, ഫസ്റ്റ് എപ്പിസോഡിൽ അർജുനിനെ സൈറ്റ് അടിക്കാൻ ജൊല്ലു വിട്ടായിരുന്നു. അപ്പോൾ അർജുൻ വീഡിയോ എടുത്തായിരുന്നു. ഇത് ആ വീഡിയോ കണ്ടു അയ്യോ പോടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പാലെടുത്തുകൊണ്ട് അകത്ത് പോയിക്കോന്ന് പ്രിയാനോട് പറഞ്ഞു. അതെ, ജിന്ന് പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോന്ന്. ഇത് കേട്ട് ഷോക്കായി. അപ്പോൾ ഒന്നുമില്ലേ? ജിന്ന് പറഞ്ഞു എനിക്ക് കൊറിയൊക്കെ പോകുന്നുണ്ട്. അവനായിട്ട് ശരി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞു. അങ്ങനെ ബാച്ച് സങ്കടപ്പെട്ട് ഉറങ്ങിയായിരുന്നു. ഇത് ജിന്നിക്ക് ചിരിക്ക് വരാൻ തുടങ്ങി. ശരി ഇവളൊരു കാര്യം പറഞ്ഞിട്ടില്ല. ജിന്ന് ഓൾറെഡി അതെ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് അവിടെയുള്ള ട്രിപ്പ് ഷോപ്പിങ്ങുകൾ ചെയ്യാൻ തുടങ്ങി. അതെ, 3 മണിക്കാണ് നൈറ്റ് 3 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത് ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ റെഡിയായി. പ്രിയ 12 മണിക്കല്ലേ റെഡിയായി. പ്രിയ എല്ലാം റെഡി ഓൾറെഡി ഷോപ്പിംഗ് ചെയ്തുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അതെ 3 മണിക്ക് ഫ്ലൈറ്റാണ് കയറി. അമ്മ അച്ഛൻ ഡാഡിയാണ് ഇങ്ങനെ കരയാൻ തുടങ്ങി. ശരിമാ അർജുൻ എനിക്ക് ആപ്പ് വെക്കുന്നുടാ ഞാനെന്ന് പറഞ്ഞ് എന്നോട് പോയി. ഇവളെനിക്ക് എന്ത് ആപ്പ് വെക്കൂ അന്നറിയാതെ പച്ചപ്പാവ അർജുനിക്ക് എന്ത് സംഭവിക്കും നടക്കാൻ പോകുന്നൊന്നും അറിയില്ല. പച്ചപ്പാവ അർജുൻ. അങ്ങനെ വീട്ടിൽ അങ്ങനെ കൊറിയൊക്കെ പോയി. അതെ, കൊറിയൻ സേസ് മാരേജ് അവിടെ നടന്നു. അങ്ങനെ എത്തിയിട്ട് കുറച്ച് ഡേയ്സ് പോയി. അതെ, അവിടെ ഒരു മിയ പറയുന്ന ഒരു ക്യൂട്ടായിട്ട് ഒരു ഗേൾ ഉണ്ടായിരുന്നു. അങ്ങനെ മിയനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ മിയക്ക് ഒരു ഫോട്ടോ കട്ടി. ഇതാണ് അങ്ങനെ ഫോട്ടോ ഫ്രണ്ട്സ് പറഞ്ഞു. മിയക്കും അർജുൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടു പോയി. ശരി അർജുൻ എനിക്ക് ഇവൾ ക്യാരക്ടർ. അങ്ങനെ അർജുൻ്റെ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അർജുൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ഓൾറെഡി കൊറിയനാണ് ഗേളാ ഏത് ഗേളാ എനിക്കൊക്കെയാണ് നല്ല മറുപടി. അതെ, മിയക്കും ഇപ്പോൾ വളരെ നന്നായിട്ട് അറിയും. അങ്ങനെ മിയൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു. അതിനായിട്ട് അർജുൻ പഠിച്ചായിരുന്നു, ബിസിനസ് പഠിച്ചായിരുന്നു. അതുകൊണ്ട് അർജുൻ സീനിയറാണ്. അതെ, അങ്ങനെ അർജുനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റ് വേണ്ട, അങ്ങനെ തന്നെ ഡയറക്റ്റ് മാരേജ്. അവൾക്ക് അറിയിക്കുക വേണ്ട. അർജുനക്ക് ഒന്നും അറിയില്ല. പച്ചപ്പ് അവൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഫ്രണ്ട്സ് ഒരുമാതിരി അർജുൻ നോക്കി ചിരിക്കുക. അർജുനക്ക് ഒന്നും അറിയില്ലായിരുന്നു. അർജുൻ രാവിലായി. അർജുൻ എന്താ പറ്റിയ അമ്മ? ഇതടാ ഈ പട്ട് മുണ്ട് എടുത്തു വാടാ മോനെ. ഇവരെന്താ ഒരു ശരിയില്ലല്ലോ. അർജുനക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അർജുൻ്റെ അനീതി വന്ന് കണ്ണിൽ തുണി കെട്ടി. അതെ, ഇത് ഒന്ന് കാണുന്നുണ്ടോ? ഇതെത്രേ? എനിക്ക് എങ്ങനെടാ കാണും? ഇതെത്ര പാരച്ചേട്ടാ? ഇത് 2. അയ്യോ ഈ ചേട്ടൻ കണ്ണ് കാണില്ല. അങ്ങനെ പോയി മണ്ഡപത്തിലിരുത്തി. ഇതെന്താ ഒരുമാതിരി ഹീറ്റ് മാതിരിയാണ് ചൂടെന്തോ. അങ്ങനെ അവിടെ ഒരു മന്ത്രവാദി മന്ത്രം ചെന്ന് കേട്ടു. അർജുനക്ക് ഷോക്ക്. കണ്ണ് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇത് ഏതാ സൗണ്ട് കേൾക്കുന്നത്? അർജുനക്ക് ഒന്നുമല്ല. അർജുൻ്റെ അനിയത്തി പറയാൻ തുടങ്ങി. ഇല്ല ചേട്ടാ, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അങ്ങനെ ഒരു ചടങ്ങ് കേൾക്കാം. എൻ്റെ അടുത്ത് കേൾക്കാം. ഇല്ല ചേട്ടാ, അതടുത്ത് കേൾക്കുന്ന മാത്രം ചേട്ടൻ അവിടെ ഇരുന്നിട്ടുള്ളതാ. ചേട്ടൻ ആരൊക്കെ ഫ്രണ്ട് ചേട്ടന് ഇഷ്ടമില്ല അതൊരു ഫ്രണ്ടില്ല ഗുണ്ടു. അവനിക്ക് കല്യാണം. ചേട്ടൻ ചിരിക്കാൻ വേണ്ട. അതൊക്കെ കൊണ്ട് കല്യാണം കഴിക്കാൻ മുമ്പ് തന്നെ ചേട്ടൻ നോക്കി മതി പറഞ്ഞു. ശരിടാ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുൻ കണ്ണിൽ തുണിയിട്ട് അങ്ങനെ പെണ്ണിന് വന്ന് ഇരുത്തി. അതിനായിട്ട് ഇല്ല ഇത് ചടങ്ങെന്ന് കാര്യം പറഞ്ഞു. അർജുൻ്റെ തുണി മാറ്റി. ഇപ്പോൾ താലി അർജുനോട് എടുക്കാൻ പറഞ്ഞു. താലി എടുത്തു. അർജുൻ ഷോക്കായി. ആരടാ? അർജുനക്ക് താലി എടുത്തോ എന്ന് പിടിച്ചു. അർജുൻ താലി എടുത്തു. പിന്നെ താലി എടുത്ത അർജുനക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കണ്ണ് തുണി കെട്ടിയായിരുന്നു. എടുത്തപ്പോൾ അർജുനക്ക് താലി കൊടുത്തു. അർജുനക്ക് എടാ കണ്ണ് ചുമ്മി താലി കെട്ടടാ എന്ന് പറഞ്ഞു. ചേട്ടൻ കെട്ടില്ല അവൻ്റെ. പിന്നെ അർജുൻ അനിയത്തി ഇവൻ നോക്കും പറഞ്ഞ് വീണ്ടും തുണി കെട്ടി. അർജുൻ കണ്ണല്ല താലി കെട്ടടാ എന്ന് പറഞ്ഞു. അവിടെ ഒരു ഐഷു പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവളെ കൂടെ എനിക്ക് കല്യാണം. ചേട്ടൻ ഐഷു എന്ന് ഒരു കണ്ണുണ്ടായിരുന്നു. ശരി, അവളെ കൂടെ എനിക്ക് കല്യാണം. അർജുൻ കടവ് കെട്ടി അവളെ താലി കെട്ടി. ഇതെല്ലാം ചടങ്ങ് കഴിഞ്ഞു. ലാസ്റ്റാണ് കണ്ണ് തോറുന്നേ ഇല്ല. അതൊരു റൂമിൽ കൊണ്ടുപോയിട്ടാക്കി. അർജുനക്ക് അയ്യോ അവൾ വരാം. അർജുന് കണ്ണ് തോറുന്നേ ഇല്ല. ബെഡ്റൂമിൽ കൊണ്ടുപോയി അങ്ങനെ അത് തന്നെ അങ്ങനെ പാലെടുത്തോണ്ട് വന്ന് മിയ. അർജുൻ പിന്നെ മിയ കണ്ണിൽ തുണി തുറന്ന്. ഇത് കണ്ട് മിയനെ കണ്ട് ഷോക്കായി പോയി.
ആഹാ അത് അജന് കണ്ണിൽ ഹാർട്ട് വീട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ആരെ കുട്ടിയത് വട്ടം വെച്ച് പറഞ്ഞു പെട്രോൾ ലൈൻ പറക്കാൻ തുടങ്ങി അജന്. ഇവള് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാളെ ഗേളെന്ന്. അജനക്ക് കണ്ണെല്ലാം ഷോക്കായിരുന്നു. എന്നാൽ ഫോൺ വന്നു. ഹലോ, എങ്ങനെയുണ്ട് എൻ്റെ ഗിഫ്റ്റ്? ഇതാണ് മോളെ നീ എനിക്ക് ആപ്പ് വെക്കിന് പറഞ്ഞ. അതേ ചേട്ടാ, നിൻ്റെ തലയിൽ ഏതോ ഒരു കുറിയക്കളെ കെട്ടോടെന്ന് ഞാൻ പ്ലാൻ ഇട്ട്. ചേട്ടനെ വെച്ച് കളിയാക്കാം. അതെ, അർജുന് ചേട്ടാനാണ് വിളിക്കായിരുന്നു പ്രിയ. ശരി അമ്മ, ഷോക്ക് തന്നത് മതി. അതിൻ്റെ അർജുനക്കും കൊറിയ നന്നായിട്ട് അറിയും. അങ്ങനെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അവിടുന്ന് പോയി. ഇപ്പോൾ ഇവിടെ നോക്കാം. അങ്ങനായിട്ട് റോസ് വീട്ടിൽ പോയി. റോസ് നിനക്ക് 4 ദിവസം കഴിഞ്ഞ് എനിക്ക് എൻഗേജ്മെൻറ്റ്. എന്ത്? എനിക്ക് എൻഗേജ്മെൻറ്റാ? എന്താ മോനെ പറയണേ? മിണ്ടാതില്ല, ചെക്കിനാരാ അതൊന്നും കേട്ടോയില്ല. മിണ്ടാതെ പോടി ഇരിക്കുക. എന്തോന്ന് നടക്കുന്നത്. അർജുനക്ക് മാരേജായി. ഒരു വില എനിക്കെന്താ ആപ്പ് വെച്ച നാളാ ഇവള്. ഒന്ന് ശരി, ഓക്കെ. അങ്ങനെ വീട്ടിൽ അത് പോയി. അതേമാതിരി കണ്ണ് അങ്ങനെ റോസുക്ക് അതേ സംഭവമായിരുന്നു. റോസുക്ക് തുണി കെട്ടിപ്പോയി. റോസുക്ക് ഡൗട്ട് വരാൻ തുടങ്ങി. റോസ് മണ്ഡപത്തിലിരുന്നു. അങ്ങനെ റോസുക്ക് കല്യാണം നടന്നു. അങ്ങനെ അതേമാതിരി കണ്ണൊന്നും കെട്ടിയായിരുന്നു റോസുക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ തുണി മാറ്റി. അതെ, കുങ്കുമം വെക്കുമ്പോൾ തലേനെ കുങ്കുമം വെക്കുമ്പോൾ ആണ് റോസ് കണ്ണ് തുറന്നത്. റോസുക്ക് ആളെ കണ്ട് ഷോക്കായി പോയി. അയ്യോ ഇവനാ എന്ത് ഷോക്കായിട്ട് വായി വന്ന് നോക്കാൻ തുടങ്ങി. അത് വേറെ ആരില്ല, ഷുഗായിരുന്നു. ഷുഗാനെ കൂടെയാണ് റോസ് കല്യാണം കഴിഞ്ഞ്. റോസ് ആഹാ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഡാൻസും വച്ചി. അതെ, റോസിക്ക് ഷുഗാനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഷുഗറിൻ്റെ കൂടെയാണ് മാരേജ് ചെയ്യുന്നത്. അതെ, റോസിനെ ഫോട്ടോ ഓൾറെഡി ഷുഗർ കാട്ടിയായിരുന്നു. ഷുഗർ ചോദിച്ചായിരുന്നു, ഇന്ത്യ ഗേൾസിൽ ഏതോ ഒരു ഗേളുണ്ട്, എൻ്റെ ആർമി ഗേളുണ്ട്, എനിക്ക് കാട്ടിത്തരാൻ പറഞ്ഞു. 4 ആർമി ഗേൾസ് ഉണ്ടായിരുന്നു ഷുഗറിൻ്റെ ഫ്രണ്ട്. അതങ്ങനെ ഷുഗർ സെലക്ട് ചെയ്തു. അതെ, റോസിനാണ് സെലക്ട് ചെയ്തത്. എന്നാൽ റോസാ ശരി, ഓക്കെ. ഇവള് നല്ല പച്ചപ്പാവും ഇങ്ങനെയുള്ള അവളെ കുറിച്ച് പറയുന്നത്. ഷുഗർ സ്മൈൽ ചെയ്തതാണ്. എൻ്റെ ഷുഗർ കൂടെയാണ് മാരേജിന് ഹാപ്പി എൻഡിങ്.